ശ്രീ പി.കെ. ഉസ്മാൻ, SDPI, വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികളാണ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ വലിയ തോതിൽ ആളുകളെ ഇളക്കുന്നതും പ്രക്ഷോഭം നയിക്കുന്നതും ഒക്കെ. 5000 കോടിയുടെ ടെർമിനൽ പുതുവൈപ്പിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് പക്ഷേ വാതക നീക്കം നടത്താനുള്ള പൈപ്പ് ലൈൻ ഇടാൻ പറ്റുന്നില്ല. പെട്രോനെറ്റിന് 700 കോടിയുടെ നഷ്ടം ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, നമ്മൾ തമിഴ്നാടിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേരളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പല ബസ്സുകളും മിസ്സാക്കി കഴിഞ്ഞു. ഈ പദ്ധതിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇനി 2 വർഷം കൊണ്ടെങ്കിലും ഈ പൈപ്പ് ലൈൻ ഇടൽ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന് കരുതി അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ആശങ്കകൾ അതിലൊരു ഏകോപനം ഉണ്ടാക്കി സർക്കാരിന്റെ മുന്നിൽ എത്തിക്കുക എന്നാണ് CBI ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ സുരക്ഷ അതിന് പരിഗണന കൊടുത്തുകൊണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രൊജക്ടിന് SDPI എതിരല്ല. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് SDPI എതിരാണ് എന്ന അർത്ഥത്തിൽ എവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ജനങ്ങളുടെ ഈ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയൊരു പദ്ധതി, അതിനുശേഷം UDF സർക്കാർ വന്നു, വീണ്ടും LDF സർക്കാർ വരുന്നു. ഈ 10 വർഷത്തോളം എടുത്തിട്ടും ഈ ഗെയിൽ പൈപ്പ് ലൈൻ പോകുന്ന വഴികളിലുള്ള ജനങ്ങളെ, അതിന്റെ ഇരകളെ ഇതൊന്ന് ബോധ്യപ്പെടുത്താം. ഇതിന്റെ ഗുണങ്ങൾ ഇന്നതാണ്, നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാവില്ല, അപകടം ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഗെയിലോ ഗവൺമെന്റോ തയ്യാറായിട്ടില്ല. ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള 7 ജില്ലകളിലൂടെയും ഈ മേഖലയിലൂടെ ഇരകളെ കണ്ട് സംസാരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അതിന്റെ സ്ഥലം എടുക്കുന്നത് പോലും പല ആളുകളും അറിഞ്ഞിട്ടില്ല. പലരോടും പറഞ്ഞ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൈപ്പ് ഇടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ഇരകൾ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുമ്പോൾ തന്നെ ആളുകളെ എന്തോ പുറന്തള്ളാനുള്ള ഒരു പദ്ധതിയാണെന്ന പ്രതീതി വരുന്നുണ്ട്. ഇൻഫോംഡ് കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു പദ്ധതി നടക്കുകയുമില്ല. ഇവിടെ എന്താണ് വേണ്ടത്? ഭൂമിയുടെ ഉടമസ്ഥാവകാശം പോലും കൊടുക്കേണ്ടതില്ല. ഭൂമിക്കടിയിലൂടെ ഒരു ലോഹക്കുഴൽ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ 10 മീറ്റർ വീതിയിൽ സ്ഥലം ലഭ്യമാക്കണം. അതിന് ആ മാർക്കറ്റ് വിലയുടെ 30% അങ്ങോട്ടേക്ക് ഈ സ്ഥലമുടമ ആരാണോ അയാൾക്ക് കിട്ടുകയും ചെയ്യും. അയാൾക്ക് വേണമെങ്കിൽ അതിന്റെ മുകളിൽ ഇനി കൃഷിയും ചെയ്യാം, കെട്ടിടം വെക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഒരു സംഭവത്തിന് നമ്മുടെയൊക്കെ പറമ്പുകളിലൂടെ എന്തോ വലിയൊരു ബോംബ് പോവുകയാണ്. നമ്മുടെ വീടും നമ്മുടെ പരിസരവും ഒക്കെ ഏത് നിമിഷവും ഒരു തീക്കുണ്ടമായി മാറാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വാഭാവികമായും സംഘടിക്കും, സർവേക്ക് വരുന്ന ആളുകളെ തടയും. ഒരു കാലത്തും ഈ പദ്ധതി നടക്കുകയുമില്ല. താങ്കൾ ആദ്യം സൂചിപ്പിച്ചല്ലോ ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനം എന്നുള്ളത്. ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ? ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനം എന്നുള്ള നിലക്കാണ് ഈ ജനങ്ങളുടെ ജീവനിൽ ആശങ്കയുണ്ട്. ആന്ധ്രാപ്രദേശിലെ നാഗാരം ഗ്രാമത്തില് ഗെയിലിന്റെ തന്നെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് 19 പേരാണ് മണിക്കൂറുകൾക്കുള്ള മരിച്ചിട്ടുള്ളത്. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ആ തീ പടർന്നു പിടിച്ചു. അത് ജനസാന്ദ്രത കൂടുതലുള്ള കേരളം ഒരു പ്രദേശത്ത്, അത് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ പാലക്കാടോ കോഴിക്കോട് ജില്ല ജനവാസ കേന്ദ്ര പ്രദേശത്ത് ഈ ഒരു അപകടം ഉണ്ടായാൽ അതിന് എന്ത് മറുപടിയാണ് നമ്മൾ നൽകുക? പക്ഷെ അതേസമയം തന്നെ ഈ പൈപ്പ് ലൈൻ വേണ്ടെന്ന് അവിടുത്തെ ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞു കൃഷി ചെയ്യാം. ഏതുതരം കൃഷി? വേരിറങ്ങാത്ത കൃഷി. അതിന് കാവൽ നിൽക്കണം. ആ പൈപ്പ് ലൈനിന് അത് ആരെങ്കിലും വന്ന് ആക്രമിച്ചാൽ, എങ്കിൽ അത് പൊട്ടിയാൽ അത് എന്റെ കുറ്റം കൊണ്ടല്ല എന്ന് ആ സ്ഥലമുടമ സ്ഥാപിക്കണം. പ്രചരിപ്പിക്കുന്ന ആശങ്കയല്ലേ? 2.5 മീറ്റർ ആഴത്തിൽ, ഭൂമിക്കടിയിലൂടെ 2.5 മീറ്റർ ആഴത്തിലാണ് ഈ 2.5 അടി വ്യാസമുള്ള പൈപ്പ് കടന്നുപോകുന്നത്. റീഗ്യാസിഫൈഡ് LNG ആണ് അതിലൂടെ പ്രവഹിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇനി ലീക്ക് ഉണ്ടായി എന്ന് കരുതുക, അപ്പോൾ തന്നെ ആ വാതക പ്രവാഹം ഓട്ടോമാറ്റിക്കായി നിൽക്കും. വാതകം പുറത്തേക്ക് പോകാനുള്ള വാൽവുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പൈപ്പുകൾ കൂട്ടി യോജിപ്പിക്കുന്ന ജോയിന്റുകളിൽ 7 പാളികളിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ കറ തീർന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഗെയിൽ വിശദീകരിക്കുന്നു. ഇത് കേരളത്തിൽ മാത്രമായി നടപ്പാക്കുന്ന പദ്ധതിയും അല്ലല്ലോ. കോടതികളും ഇക്കാര്യത്തിൽ ഗെയിലിന് അനുകൂലമായ വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ ഏറ്റവും അടുത്ത നാളുകളിൽ എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. ഇങ്ങനെ ഇരിക്കെ ഈ ജനങ്ങളുടെയൊക്കെ വീടിന് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ വളപ്പുകളിൽ ഒരു ബോംബ് കുഴിച്ചിടുന്നത് മാതിരിയാണ് ഈ പദ്ധതി എന്ന് പ്രചരിപ്പിക്കുന്നത്. ജനങ്ങൾക്കുണ്ടാക്കുന്ന ഭയാശങ്ക വളരെ വളരെ വലുതല്ലേ? അത്തരം പ്രചാരണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണ്ടേ എല്ലാവരും? ഈ ജനങ്ങളുടെ വീട്ടിൽ പറമ്പിൽ ഈ ബോംബ് കൊണ്ടിട്ട് വെക്കുന്നത് പോലെ പ്രചരണമാണ് നടത്തുന്നത് എന്ന് അത് ആരാണ് നടത്തുന്നതെന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ 1.5 മീറ്റർ 2.5 മീറ്റർ ആഴത്തിൽ എന്ന് പറയും. അതിന്റെ റേറ്റിലേക്ക് 3 മീറ്ററും
അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇരുവശങ്ങളിലേക്കും 3 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തില്ല, അടക്കം സാധിക്കില്ല. ഇപ്പോൾ 6 മീറ്റർ ഉപയോഗപ്പെടാതെ പോവാണ് സാർവജനങ്ങൾക്ക്. പിന്നെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്ന സേഫ്റ്റി വാൽവ് അത് എത്ര മീറ്ററിന്റെ ഉള്ളിലാണ് വരുന്നത്? ആ മീറ്ററിന്റെ ഉള്ളിൽ വരുന്ന ഗ്യാസ് ലീക്കായി പോവുക എന്നല്ലാതെ അതും ഓട്ടോമാറ്റിക്കാണല്ലോ. പിന്നെ ഗെയിലിന്റെ പ്രൊജക്റ്റിൽ പറയുന്ന അനുസരിച്ചിട്ട് അത് മാനുവലായിട്ട് നമ്മൾ പോയിട്ട് പൂട്ടിയിടണം. പക്ഷെ ഇത് ഗെയിൽ പറയും ഈ സുരക്ഷാ മാർഗം എന്ത് ഗെയിലിന് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ജനങ്ങൾ സമരമായിട്ട് നടക്കുമ്പോൾ ഗെയിലിന്റെ ഹിയറിംഗിലെ ജനങ്ങൾ പോയിട്ട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഗെയിലിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ ഇതാണ് പറയുന്നത്, ഇത് ഗവൺമെന്റിന്റെ മുന്നിൽ ഞങ്ങൾ എഗ്രി ചെയ്തിട്ടുള്ളതാണ്. എന്റെ സുഹൃത്ത് സാദിഖലി പറഞ്ഞല്ലോ രഹസ്യമായിട്ട് സർവേ നടത്തുന്നു എന്ന്. UDF സർക്കാർ ഭരിക്കും മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾ അറിഞ്ഞിട്ടില്ല, അവരുടെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഒരു പ്രൊജക്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രൊജക്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി ജനങ്ങൾ അറിയാതെ ജനങ്ങളോട് പറയാതെ മേലെ തട്ടുന്ന ഉദ്യോഗസ്ഥന്മാര് അതല്ലെങ്കിൽ മന്ത്രിമാർ ഇത് നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് ജനങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല? CPM-ന്റെ പ്രവർത്തകർ കണ്ണൂർ സമരത്തിലുണ്ട്, തൃശൂർ ജില്ലയിൽ കുന്നംകുളത്ത് സമരത്തിലുണ്ട്, പാലക്കാട് BJP-യുടെ പ്രവർത്തകർ സമരത്തിലുണ്ട്. ഈ ആളുകളെ പോലും ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ഗുണവശങ്ങൾ. അതുകൊണ്ട് എന്താണ് ഇത്? ആർക്കാണ്? സാധാരണ ജനങ്ങൾക്കാണോ ഗുണമുള്ളത്? ഓരോ വീട്ടിലേക്കും ഇതേപോലെ പൈപ്പ് ഗെയിൽ കൊടുക്കുന്നു. ഗെയിൽ അങ്ങനെ പറയുന്നില്ല. ഗെയില് പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങിയിട്ടുള്ള 16 സംസ്ഥാനങ്ങളിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല. ഇപ്പൊ നേരത്തെ കളമശ്ശേരിയിൽ പറഞ്ഞത് കേരള ഗെയിൽഡ് മറ്റൊരു കമ്പനിയാണ് അതിനുവേണ്ടി പണിയെടുക്കുന്നത്. അത് മുഴുവൻ ജില്ലകളിലും കൊടുക്കുമെന്ന് പറയുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ എതിർവാദങ്ങൾ ഉയരുക. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളിലുമുള്ള എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങളെ ഇതൊക്കെ ബോധ്യപ്പെടുത്തണം, അവരെ ബോധവൽക്കരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ കടമ്പ. ആനന്ദനോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ എന്റെ ഫോണിൽ CPM-ന്റെ ഇന്ന ലോക്കൽ കമ്മിറ്റിയിലെ ഇന്ന മെമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തയ്യാറായ ഒരുപാട് സഖാക്കളുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതാവ് ഒരു നിലപാടെടുത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് പറയാൻ കഴിയില്ല. ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ ഒരുപാട് ആശങ്കകൾ അവർ പങ്കുവെക്കുകയും അവരതിനെതിരെ സമരം ചെയ്യുകയും ചെയ്ത ആളുകളാണ്. സ്വന്തം പാർട്ടിയിലെ മെമ്പർമാരുടെ ആശങ്കയെങ്കിലും പരിഹരിക്കാൻ പാർട്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ കേരളം എങ്ങനെയാണോ UDF സർക്കാരിനെ തൂത്തെറിഞ്ഞത് അതേപോലൊരു ജനവികാരം നിങ്ങളുടെ പാർട്ടിയും നേരിടും എന്ന് വളരെ വിനീതമായി താങ്കളെ ഓർമ്മിപ്പിക്കുന്നു.